ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് 4 മണി പലഹാരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് കേട്ടോ. ഇച്ചിരി പഴുത്തു പോയി എങ്കിലും കുഴപ്പമില്ല. ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഇത് കുറച്ച് ശർക്കരയും കുറച്ച് അവിലും തേങ്ങയും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്യണവർക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പോൾ ആ പഴം നമ്മൾ ഉടച്ച് വെച്ച പഴത്തിലോട്ട് കുറച്ച് അരിപ്പൊടിയുടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഈ പരുവത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മളിത് വേണമെങ്കിൽ നമുക്ക് ബോൾ പോലത്തെ ഷേപ്പിലെടുക്കാം, അല്ലാതെ ഒരു നീളം ഷേപ്പിലായിരുന്നാലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ കുഴിവ് പോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഫില്ലിങ്സ് കൂടെ അതിനകത്ത് വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദാ മാവ് എടുത്ത് ഇച്ചിരി ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി പഞ്ചസാരയോ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വാഴയ്ക്കപ്പത്തിന് എടുക്കുന്ന ആ മാവ് തന്നെയാണ്, അതൊന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതിയാകും. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ പഴം മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് മുക്കിയിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലെ പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് പോകുമ്പോൾ കളയാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.